നമസ്കാരം. പൈലറ്റിൻ്റെ സിംഗിൾ സ്ക്രൂ ജ്യൂസ് എക്സ്പെല്ലറിൽ കഷായം കൂട്ട് തയ്യാറാക്കുന്ന പ്രക്രിയയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വിശദീകരിക്കുന്നത്. ആദ്യം ആവശ്യമായ ആയുർവേദ പച്ചമരുന്നുകൾ സ്ക്രൂ ചേംബറിൽ ഫീഡ് ചെയ്ത് മെഷീൻ ലോഡ് ചെയ്യുന്നു. തുടർന്ന് വേമിനും മൂവിംഗ് കോണിനും ഇടയിലായി മെറ്റീരിയൽസ് അരഞ്ഞ് നീര് പിഴിഞ്ഞ് എക്സ്പെല്ലർ സീവിലൂടെ കടന്ന് ഈ നീര് ഒരു പാത്രത്തിൽ ശേഖരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു മെഷീൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള അതിഥി ഡോക്ടർ മോഹൻ ബാബു ആണ്. തൃശ്ശൂർ മണ്ണുത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കും. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ചോദിച്ചറിയാം. സാർ, ഈ മെഷീനും നമ്മുടെ കമ്പനിയുടെ ഫെസിലിറ്റിയും അതിൻ്റെ ഹോസ്പിറ്റാലിറ്റിനെ പറ്റിയിട്ട് സാർ ഒന്ന് ബേസിക്കായിട്ട് ഇൻഫർമേഷൻ തരാമോ? ഇൻഫർമേഷൻ ഒന്നുമില്ല, ഞങ്ങളിവിടെ വന്ന് കണ്ട സ്ഥിതിക്ക് നോക്കുമ്പോൾ വളരെയധികം ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാ മെറ്റീരിയൽസും വിലകളായിട്ടുള്ള സംഗതികളൊക്കെ നല്ല നീരെടുക്കാനും ഒക്കെ സൗകര്യപ്രദമായി. ഓക്കെ ഓക്കെ നിങ്ങൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയും നിങ്ങൾ ഉദ്ദേശിച്ച അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു മെറ്റീരിയലിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഓക്കെ ഓക്കെ അതല്ലേ. പിന്നെ അടുത്ത കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ കമ്പനീനെ പറ്റിയിട്ട് നിങ്ങൾ വന്നിട്ട് നമ്മളെല്ലാ ഫാക്ടറിയിലും പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊന്നും പറയാമോ? ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ ട്രയൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-4 മെറ്റീരിയൽ നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റീരിയലിനെ പറ്റിയിട്ടും ആ മെറ്റീരിയലിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം കിട്ടി അതിനെ പറ്റിയിട്ടും സാറിന് 2 വാക്ക് പറയാമോ? പറയാലോ. കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നീരുകൾ അതിൽ നിന്ന് കിട്ടും ചെയ്തു. നമ്മൾ 4 മെറ്റീരിയൽ അത് ഏതൊക്കെയാണ് ആയിരുന്നു? അത് ഒന്ന് ചിത്താമൃത്, പിന്നെ പുളിയുടെ ഇല, കറുക. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഈ 3. അതിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരാൻ സാധിച്ചു. അപ്പോൾ സാർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ സാർ ഇപ്പോൾ 2ാമത്തെ വട്ടമാണ് വിസിറ്റിംഗ് വരുന്നത്. ഫസ്റ്റ് വന്ന് നമ്മൾ മെഷീനെല്ലാം കണ്ടു, സാറ് സാറ്റിസ്ഫൈഡ് ആയി. അത് പ്രകാരം നമ്മളൊരു ട്രയലിന് സാറിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ സാറ് മെറ്റീരിയൽ കൊണ്ടുവന്ന് എല്ലാം ക്ലിയറായി. നമുക്കത് സാറിന് വെർബലി ആണെങ്കിലും സാറിന് ഡയറക്റ്റ് വന്ന് കണ്ട് കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കസ്റ്റമറുടെ ഒരു പ്രതികരണം, നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നമുക്കൊരു പ്രതികരണം?
നല്ലൊരു എന്താണ് സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ 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 താങ്ക് യു. അതാ